ഹിന്ദു മുസ്ലിം ലവ് സ്റ്റോറി. കഥ പറ. ഞങ്ങള് എന്താ പറയാ ഭയങ്കര സംഭവബഹുലമായ കല്യാണമായിരുന്നു. കാരണം രണ്ടാളും പണിയെടുക്കാണ്ട് പറഞ്ഞു കുറച്ചു. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അല്ല, ഓ മുസ്ലിം ഞാൻ ഹിന്ദുവാണ്. അപ്പൊ അതുകൊണ്ട് വലിയ സപ്പോർട്ടിങ്ങിന് ആരുമില്ല. ഞങ്ങൾ തന്നെ സപ്പോർട്ട്. കഥ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു. ആരാ പ്രൊപ്പോസ് ചെയ്ത പുള്ളിയോ? ആ, ഇപ്പൊ റിലേഷൻ കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്. ഓക്കെ, ഇന്റർ റിലീജിയൻ മാരേജ് ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? അടിപൊളിയാ. പാർട്ട്ണർ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. പിന്നെ രക്ഷോട് അടിപൊളിയായി അത് എനിക്ക് പ്രശ്നമില്ല. ഞങ്ങളുടെ ഇടയിൽ ഇന്ന് വരെ മതം ഒരു പ്രശ്നമായിട്ട് വന്നിട്ടേ ഇല്ല. പലരും ചോദിക്കും കുട്ടി ഈ മതമൊക്കെ ആവുമ്പോ എങ്ങനെ എന്താക്കും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കുട്ടി വലുതാവുമ്പോഴല്ലേ. കുട്ടി വലുതാവുമ്പോ എന്ത് മതാക്കാനാണോ പ്ലാൻ? അല്ല എന്താ അങ്ങനൊന്നുമില്ല. വലുതാവുമ്പോ അവന് പക്വത വരുമ്പോ അവന് ഏത് മതം വേണേലും സ്വീകരിച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. രണ്ടാൾക്കാരും ഓക്കെയാണ്. ഇപ്പൊ ഞാനിപ്പോ പെരുന്നാളായാ ചിലപ്പോ തൊപ്പിയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിക്കും, സ്റ്റോറി ഇടും. ഇതിപ്പം ഓണായിട്ടുണ്ടെങ്കിൽ മുണ്ട് ഷർട്ട് ഇടിപ്പിക്കും, അമ്പലത്തിൽ കൊണ്ടുപോകും. അപ്പൊ നമുക്കൊന്നും പ്രശ്നമില്ല. ഈ പുറത്തേക്ക് കിടക്കാണ്ട് ഈ നാട്ടിൽ തന്നെ കിടക്കണവർക്കാണ് ഇത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഒരു മതം പറഞ്ഞ് തല്ലോട്ട് നമ്മൾ നമ്മുടെ കാര്യം. ഞങ്ങളിപ്പോ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നേ വരെ ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ട് ജീവിക്കുന്നത്. അതിപ്പോ ഞാൻ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞു ഞാൻ ഉള്ളപ്പോ എന്നെ കൊണ്ടുവന്നാക്കി തരും ചെയ്തു. പുള്ളി വരും. ഫാമിലിയിലോ? എന്റെ വീട്ടില് എന്നെക്കാട്ടും ഇഷ്ടം എന്റെ അച്ഛനമ്മയ്ക്ക് അവനെ. സത്യമായിട്ടും